10 വർഷം തുടർഭരണം കിട്ടിയിട്ടും 10 വർഷം തുടർച്ചയായി ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ ഒരു മന്ത്രിസഭ ഈ കേരളത്തിൽ ഭരിക്കാൻ അവസരം കിട്ടിയിട്ടും പരിഹരിക്കാൻ കഴിയാവുന്ന, എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയാവുന്ന സാധാരണക്കാരുടെ പല പ്രശ്നങ്ങളും, മിക്കവാറും എല്ലാ പ്രശ്നങ്ങളും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നതാണ് പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ പരാജയം. ആ പരാജയമാണ് CPM എന്ന പാർട്ടിയെ 10 വർഷത്തിന് ശേഷം ഭരണം വലിച്ചെറിഞ്ഞ് പടുകുഴിയിലേക്ക് ഇട്ടത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കേരളത്തിലുടനീളം റോഡുകൾ ഉണ്ടാക്കി, അവിടെയും ഇവിടെയുമൊക്കെ പാലങ്ങളും ഉണ്ടാക്കി, നല്ല വികസനവും വന്നു. കെട്ടിടങ്ങൾ, വലിയ വലിയ കെട്ടിടങ്ങൾ, ഫ്ളാറ്റുകൾ ഒക്കെ ഉണ്ടാക്കി. പക്ഷെ ആ ഫ്ളാറ്റുകളുടെ അവസ്ഥ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. കമ്മീഷൻ വാങ്ങാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന, കെട്ടിപ്പൊക്കുന്ന കെട്ടിടങ്ങളായി അത് മാറിയോ, 2, 3, 4, 5 വർഷത്തിന് ശേഷം ഉപേക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് അത് മാറിയോ എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന സംശയം. പലയിടങ്ങളിലും കെട്ടിടം തകർന്നു തുടങ്ങി. അതേസമയം അതിലൊന്നും ഗുണഭോക്താക്കൾ അല്ലാത്ത 100 പ്രശ്നങ്ങൾ പുറത്തുണ്ട്. അതിലൊന്നും പ്രദേശത്തെ CPM MLA-മാരോ അല്ലെങ്കിൽ സർക്കാരോ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് സത്യം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കൽ വിവാദം എന്ന് പറയുന്നത്. CPM-ന്റെ ഏറ്റവും ഇരട്ടത്താപ്പിന് ഉദാഹരണമാണ് ഇപ്പോൾ ഈ സർക്കാർ അധികാരത്തിലേറി 2 ദിവസത്തിന് ശേഷം നടത്തുന്ന ഈ സമരം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് അവർക്ക് ഈസിയായി പരിഹരിക്കാൻ കഴിയുമായിരുന്ന കാര്യമാണ്. നമുക്കറിയാം, കോടതി ഒരു ഉത്തരവിട്ട് കഴിഞ്ഞാൽ ആ ഉത്തരവ് നടപ്പിലാക്കേണ്ടി വരും. ആ ഉത്തരവിനെ ആര് പറഞ്ഞിട്ടും കാര്യമില്ല. അതിന് CPM സമരം നടത്തിയിട്ടോ പിണറായി തലകുത്തി നിന്നിട്ടോ VD സതീശൻ നിലവിളിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. VD സതീശന് ആ കുടുംബങ്ങളെ ആ ഭൂമിയിൽ നിന്ന് ഇറക്കി വിടേണ്ടി വരും. കാരണം 57 വർഷം പഴക്കമുള്ള, 58 വർഷം പഴക്കമുള്ള കേസാണ്. അന്ന് അവരുടെ വസ്തുവകകൾ മോഷണം പോയിട്ടുണ്ട്, പിടിച്ചു വച്ചിരിക്കുന്നു എന്ന് കൊടുത്ത കേസിന്റെ വിധി സുപ്രീം കോടതി തീർപ്പ് കൽപ്പിക്കുമ്പോൾ അത് നടപ്പിലാക്കാൻ വേണ്ടി മുനിസിപ്പൽ കോടതിയോട് പറയുമ്പോൾ അത് നടപ്പിലാക്കിയേ പറ്റൂ. അത് പിണറായി ആയാലും VD സതീശനായാലും ആരായാലും. ഈ വാസ്തവം എല്ലാവർക്കും അറിയാം. ഇവിടെ ചെയ്യാൻ കഴിയുന്നത് അവർക്ക് ഉചിതമായ ഒരു താൽക്കാലിക താമസ സൗകര്യം ഒരുക്കിയിട്ട് പിന്നീട് സൗകര്യം പോലെ മറ്റൊരു ഉചിതമായ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നത് മാത്രമാണ്. അതിന് ഏത് പദ്ധതി വന്നാലും എങ്ങനെ പദ്ധതി വന്നാലും വേണ്ടില്ല. ഇതല്ലാതെ ഒരു പരിഹാരമില്ല. പക്ഷേ അവരെ അവിടെ തന്നെ കുടിയിരുത്തും, അവിടെ തന്നെ അവരെ താമസിപ്പിക്കും എന്ന വാശിയിൽ കോടതിയെ ധിക്കരിച്ചുകൊണ്ട് VD സതീശനെതിരെ അടിക്കാനുള്ള ഒരു ആയുധമായി CPM ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നാടകം, കഴിഞ്ഞ 2 ദിവസമായി അവിടെ കൊടികെട്ടി പന്തൽ കെട്ടി വേലകൾ കാണിക്കുന്നത് വെറും നാടകമാണ്. നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി, ഞങ്ങളാണ് നിങ്ങളുടെ രക്ഷകൻ എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. 10 വർഷം ഇവർ തലകുത്തി നിന്ന് ഉറങ്ങുകയായിരുന്നു എന്ന് വേണം കരുതാൻ. കിഴക്കമ്പലം മലയിടം തുരുത്തിലെ ദലിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതി ഉത്തരവ് നടപ്പിലാക്കുന്ന ചൊല്ലി രാഷ്ട്രീയ പോര് നടത്തുന്നത് ആർക്കും ഗുണകരമല്ല. UDF സർക്കാരിനെയും VD സതീശനെയും ഇന്നത്തെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോൾ കയറി 2 ദിവസമായിട്ടുള്ളൂ, അദ്ദേഹത്തിന്റെ സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയിട്ട് CPM ഈ വിഷയം രാഷ്ട്രീയ ആയുധമാക്കുമ്പോൾ പാർട്ടി നടത്തുന്നത് കടുത്ത ഇരട്ടത്താപ്പാണ് എന്ന് കഴിഞ്ഞ ദിവസം അവിടെ തന്നെ നടന്ന പ്രതിഷേധത്തിൽ ശ്രീനിജൻ, പഴയ MLA ആയിരുന്ന, ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞ MLA ആയിട്ടുള്ള PV ശ്രീനിജൻ എന്ത് ചെയ്തു, 10 വർഷം നിങ്ങളല്ലേ എന്ന ചോദ്യവുമായി ജനങ്ങൾ മുന്നിട്ട് വന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ കേസിന് 58 വർഷത്തോളം പഴക്കമുണ്ട്. 10 വർഷം തുടർച്ചയായി ഭരിച്ചിട്ടും പരിഹരിക്കാത്തവർ ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങുന്നത് ഈ നിയമ പോരാട്ടത്തിനൊടുവിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം യഥാർത്ഥ ഉടമയ്ക്കാണ് എന്ന് സുപ്രീം കോടതിയുള്ള വിധി അത് നടപ്പിലാക്കാതിരിക്കാനും സുപ്രീം കോടതിയുടെ വിധിയെ അല്ലെങ്കിൽ സുപ്രീം കോടതിയെ വെല്ലുവിളിക്കാനും വേണ്ടി മാത്രമാണ്. സുപ്രീം കോടതി ഉത്തരവ് വന്നിട്ട് 3 വർഷത്തോളമായി. കഴിഞ്ഞ 10 വർഷമായി തുടർച്ചയായി സംസ്ഥാനം ഭരിച്ച ഇടത് സർക്കാരിന് ഈ ദളിത് കുടുംബങ്ങളുടെ പുനരധിവാസത്തിനായി കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ ആവശ്യത്തിന് സമയമുണ്ടായിരുന്നിട്ടും വീടും സ്ഥലവും നഷ്ടപ്പെടുന്ന ഈ പാവങ്ങളെ, കുടുംബങ്ങളെ മറ്റൊരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുകയോ അവർക്ക് ആവശ്യമായ ഭൂമിയും ധനസഹായവും നൽകി പുനരധിവസിപ്പിക്കുകയോ ചെയ്യേണ്ടതായിരുന്നു. അത് ചെയ്തില്ല എന്നതാണ് വസ്തുത. എന്നാൽ ഭരണം കൈയാളിയപ്പോൾ ഈ വിഷയത്തിൽ യാതൊരു ശാശ്വത പരിഹാരവും കാണാത്ത CPM MLA ആയിരുന്ന PV ശ്രീനിജനെതിരെ കഴിഞ്ഞ 10 വർഷം നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ച് നാട്ടുകാർ തന്നെ രംഗത്തെത്തിയതും ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഭരണമൊഴിഞ്ഞപ്പോൾ നിലപാട് മാറിയിട്ട് VD സതീശൻ സർക്കാരിനെതിരെ അടിക്കാനുള്ള ഒരു ആയുധമാക്കി ഇതിനെ ഇരട്ടത്താപ്പാക്കി എടുത്ത് പ്രയോഗിച്ചിട്ട് കാര്യമില്ല. അവിടുന്ന് കുടിയൊഴിക്കപ്പെടുന്നവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം. ഭരണത്തിൽ ഇരുന്നപ്പോൾ സുപ്രീം കോടതി വിധി നടപ്പിലാക്കാതിരിക്കാൻ ചർച്ചകൾ നടത്തി വിഷയം നീട്ടിക്കൊണ്ടുപോയ CPM ഭരണം നഷ്ടപ്പെട്ടതോടെ പെട്ടെന്ന് നിലപാട് മാറ്റി പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. മുൻ മന്ത്രി P രാജു ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ നേരിട്ടെത്തിയാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. നിയമപരമായിട്ടുള്ള എല്ലാ ബാധ്യതകളും മറന്ന് ഈ വിഷയം UDF സർക്കാരിന്റെ, അതായത് VD സതീശന്റെ, രമേശ് ചെന്നിത്തലയുടെ പോലീസ് നരനായാട്ട് എന്ന രീതിയിൽ ചിത്രീകരിക്കാനാണ് CPM-ന്റെ ശ്രമം. പാവപ്പെട്ടവരെ മുൻനിർത്തി ഈ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള CPM-ന്റെ ഈ നീക്കം ശുദ്ധമായ ഇരട്ടത്താപ്പാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. കോടതിയെ വെല്ലുവിളിക്കുന്ന സമരം, ഒരു വശത്ത് വിധി നടപ്പാക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ഉദ്യോഗസ്ഥരും പോലീസും, അവരെ തടഞ്ഞുകൊണ്ടുള്ള CPM-ന്റെ പരസ്യമായ കോടതിക്കെതിരെയുള്ള വെല്ലുവിളി. സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാൻ താഴെത്തട്ടിലുള്ള കോടതി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോടതി നിയോഗിച്ച കമ്മീഷനെയും
പോലീസ് സംഘത്തെയും തടയുന്നതിലൂടെ നിയമവ്യവസ്ഥയെ അട്ടിമറിക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. ജനപിന്തുണയുടെ മറവിൽ കോടതി ഉത്തരവുകളെ വെല്ലുവിളിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിന് ആപൽക്കരമാണ്. അത് CPM എന്നല്ല, ഒരു കക്ഷിക്കും ഒരു സർക്കാർ രൂപീകരിച്ചുകൂടെ നിന്നിരുന്ന, പ്രത്യേകിച്ച് 10 വർഷം ഭരിച്ചിരുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ പിണറായിക്കോ കൂട്ടാളികൾക്കോ അത് ഭൂഷണവുമല്ല. കോടതി വിധി പൂർണ്ണമായും മാനിച്ചുകൊണ്ട് മാത്രമേ ഈ സർക്കാരിനെന്നല്ല ഏത് സർക്കാരിനും മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നിയമം നടപ്പാക്കാതിരിക്കാൻ സർക്കാരിനാവില്ല. ഈ സാഹചര്യത്തിൽ സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന പ്രായോഗികമായിട്ടുള്ള നടപടി കുഴിയെടുപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളെ താൽക്കാലികമായി വാടക വീടുകളിലേക്ക് മാറ്റുക എന്നതാണ്. അവരുടെ വാടകയും മറ്റ് പ്രാഥമിക ആവശ്യങ്ങളും സർക്കാർ ഏറ്റെടുക്കുകയും തുടർന്ന് കൃത്യമായ ചർച്ചകളിലൂടെയും നിയമപരമായ വഴികളിലൂടെയും അവർക്ക് സ്ഥിരമായ പുനരധിവാസം ഉറപ്പാക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഇതിന് വിരുദ്ധമായി ആ കുടുംബങ്ങളെ അവിടെ തന്നെ നിലനിർത്തും എന്ന കടുംപിടുത്തവുമായി CPM സമരം ചെയ്യുന്നത് ആ പാവങ്ങളെ വീണ്ടും നിയമക്കുരുക്കിലേക്കും അവരുടെ ജീവിത ദുരിതത്തിലേക്കും തള്ളിവിടാനേ ഉപകരിക്കുള്ളൂ. കോടതിയുടെ കടുത്ത നിലപാടും CPM-ന്റെ രാഷ്ട്രീയ സമരവും VD സതീശൻ സർക്കാരിന് മുന്നിൽ വലിയൊരു ഭരണപരമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ആ വെല്ലുവിളി ഉയർത്തുക, അങ്ങനെ സർക്കാരിനെ താഴെ ഇറക്കാൻ അല്ലെങ്കിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നതിലുപരി ഈ പിണറായി വിജയനോ അല്ലെങ്കിൽ അവിടുത്തെ റിട്ടയർഡ് MLA PV ശ്രീനിജനോ CPM-ന്റെ നേതാക്കൾക്കോ രാജീവ് അടക്കമുള്ള മറ്റുള്ള മുതിർന്ന നേതാക്കൾക്കോ ആർക്കും ഒരു ഉദ്ദേശമില്ല. കാരണം ഇത് പരിഹരിക്കുക എന്നുള്ളതല്ല, VD സതീശനെതിരെ തുടക്കത്തിലെ ആഞ്ഞടിക്കാനുള്ള ഭരണം തടസ്സപ്പെടുത്താനുള്ള ഒരു മാർഗം, അതിന് മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് കുടിയൊഴിപ്പിക്കപ്പെടുന്നവരോ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളോ ഈ രാഷ്ട്രീയ നേതാക്കളെ ഒഴിവാക്കി നേരിട്ട് സർക്കാർ പ്രതിനിധികളുമായി സംസാരിച്ച് നേരത്തെ പറഞ്ഞതുപോലെയുള്ള പരിഹാരം നടത്തുന്നതായിരിക്കും ഉചിതം. അല്ല എന്നുണ്ടെങ്കിൽ പോലീസിനെ ഉപയോഗിച്ച് ശക്തമായ നടപടികൾ ഉണ്ടാകും. അതല്ലാതെ VD സതീശൻ സർക്കാരിന് മറ്റൊരു മാർഗവുമില്ല. അത് CPM എന്നല്ല, BJP എന്നല്ല, ആര് തലകുത്തി നിന്ന് കഴിഞ്ഞാലും കോടതി വിധിക്കെതിരെ ഒരു ചുക്കും ചെയ്യാനൊട്ട് സാധിക്കുകയുമില്ല. Different angles. Don't forget to subscribe and support this channel.